ഹരേ കൃഷ്ണ. ഞങ്ങൾ നിൽക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആനകൾ, ആ ആനകളുടെ സങ്കേതത്തിൽ ആനക്കോട്ടയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ആനകൾ കഴിയുന്നത് മുഴുവൻ. പിന്നെ ഇവിടുത്തെ ഗുരുവായൂരപ്പൻ്റെ ആനകളുടെ പ്രത്യേകത എന്താണ് എന്നുണ്ടെങ്കിൽ അവർ നിത്യബ്രഹ്മചാരികളാണ്. ഒരിക്കലും അവർക്ക് പെണ്ണാനകളായിട്ട് ചേരാനോ ഒരാനയും ഇവിടെ ഒരാന പ്രസവിക്കുകയോ ഒരു കുഞ്ഞുണ്ടാവേ ഇതേവരെ ചരിത്രത്തിൽ ഇതേവരെ സംഭവിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ നിത്യബ്രഹ്മചാരിമാരാണ് ഈ ആനകൾ മുഴുവൻ. അതുമാത്രമല്ല, അവർ ഓരോ ആനകളും ഭഗവാനെ എഴുന്നള്ളിക്കാനായിട്ട് വരുന്ന സമയത്ത് ഭംഗിയായിട്ട് കുളിച്ചിട്ട് ഭഗവാന്റെ കളഭം ധരിക്കും, കളഭം ചാർത്തും ആനയ്ക്ക്. പിന്നെ രാവിലെ 4 മണിക്ക് ഭഗവാന് മലർ നിവേദ്യമുണ്ട്. മലര്, അതേപോലെ കദളിപ്പഴം, പിന്നെ ശർക്കര, ത്രിമധുരം, പിന്നെ തലേ ദിവസം ബാക്കി വരുന്ന അപ്പം, അട, ആവിൽ, പിന്നെ ഒരു ചെമ്പ് ചോറ് ആനയ്ക്കുള്ളതാണ്. ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർത്തുകൊണ്ട് അവൻ ആദ്യം ഭഗവാന്റെ പ്രസാദം കഴിക്കുകയാണ് ചെയ്യുക. ഗുരുവായൂരപ്പൻ്റെ പ്രസാദം കഴിച്ച് ഗുരുവായൂരപ്പൻ്റെ കുളിച്ച് ഭഗവാന്റെ പ്രസാദം കഴിച്ച് ഭഗവാന്റെ ആ കളഭം നെറ്റിയിലണിഞ്ഞ് എന്നിട്ട് നാമജപം, അതോ ഭഗവാനെ എഴുന്നള്ളിക്കാൻ വേണ്ട ആ നാമജപം, അതിനുള്ള ഭജന കീർത്തനങ്ങൾ രാവിലെ 5 മണിക്ക് തന്നെ തുടങ്ങും. ഇല്ല. അപ്പോൾ ഇന്ന് ഏത് ആനയാണ് ഇന്ന് എഴുന്നള്ളിക്കേണ്ടത് ഭഗവാൻ നിശ്ചയിക്കും. അപ്പോൾ ഭജന കീർത്തനങ്ങളോട് കൂടെയാണ് ഇവിടെ ഗുരുവായൂരപ്പൻ ആനപ്പുറത്ത് എഴുന്നള്ളുക. നല്ല ഭയങ്കരമായിട്ടുള്ള മഴയൊക്കെ വരുന്ന സമയത്ത് ഭഗവാൻ എന്തെന്നില്ലാത്ത ആനന്ദമാണ്. അപ്പോൾ ആ ആനന്ദം നമ്മൾക്ക് ശരിക്കും കാണാനായിട്ട് സാധിക്കും. കാരണം ആന അങ്ങനെ ശരിക്കും ആ ചെവി ആട്ടിയിട്ട് അവൻ്റെ ഒരു വരവുണ്ട്. ശിവേലിയുടെ സമയത്ത് അത് കാണാൻ സാധിക്കും. അപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ കുട പിടിക്കാമല്ലോ. അത് കുട പിടിക്കുന്ന സമയത്ത് ഭഗവാൻ നനയും, പക്ഷേ ഭഗവാനെ എഴുന്നള്ളിക്കുന്ന ആൾ നനയില്ല. അപ്പോൾ ഭഗവാനെ എഴുന്നള്ളിക്കുന്ന ആൾ 6 മാസം കറക്റ്റായിട്ടുള്ള ബ്രഹ്മചര്യം, അത് കഠിനമായ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കണം. അവർക്ക് പുറമേ ഒന്നും ഭഗവാന്റെ ഈ സന്നിധി വിട്ടിട്ട് പുറമേക്ക് എവിടെയും പോകാൻ പാടില്ല. പിന്നെ ഭഗവാന്റെ പ്രസാദം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പുറമേ നിന്ന് യാതൊരു ഭക്ഷണം 6 മാസം കഴിക്കാൻ പാടില്ല. ഒരു അക്കൗണ്ടൻ്റ് എങ്ങനെയാണോ വലിയ ഓഫീസുകളിൽ വർക്ക് ചെയ്യണത്, അതേപോലെ ശരിക്ക് വേണ്ട വിധത്തിൽ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഇവർ അക്കൗണ്ടൻറ്റിന് ജോലി. അതായത് 6 മാസം അവിടെ വരുന്ന എല്ലാ കണക്കുകളും, കീഴ്ശാന്തിക്കാരുടെ 13 ഇല്ലക്കാരുണ്ട്, അവരുടെ മുഴുവൻ കണക്കുകൾ സൂക്ഷിക്കുന്നത് ആരാണ്? ഈ ശാന്തിയേറ്റ് ഭഗവാനെ എഴുന്നള്ളിക്കുന്ന 2 പേരാണ്. അവർക്കൊരു പക്ഷേ ഇത് കണക്കൊന്നും വേണ്ട വിധത്തിൽ അറിയില്ല, പക്ഷേ ഒരു കണക്ക് പോലും തെറ്റാറില്ല. അപ്പോൾ എങ്ങനെയാണ് എല്ലാത്തിനും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവർക്കെല്ലാം ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. മണിക്കൂറുകളോളം ആനപ്പുറത്തിരിക്കുക, അത് കഴിഞ്ഞ് ഇറങ്ങി വരിക, ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മചര്യത്തോട് വളരെ അമ്പലത്തിലെ മറ്റുള്ള ജോലികൾ, പിന്നെ വീണ്ടും രാവിലെ വന്നാൽ വീണ്ടും വൈകുന്നേരം 4 മണി നമ്മൾക്ക് വീണ്ടും ഭഗവാനെ എഴുന്നള്ളിക്കാനായിട്ട് വരണം. അപ്പോൾ ഇങ്ങനെയുള്ള ആ നിരന്തരമായിട്ടുള്ള തപശ്ചര്യ പോലെയാണ് അവരുടെ ജീവിതം. ആനകൾക്കും അതേപോലെ ജീവിതം, മേൽശാന്തിക്കും അതേപോലെ തന്നെയാണ്. അപ്പോൾ ഒരു തപസ്സിൻ്റെ തീവ്രമായിട്ടുള്ള അവസ്ഥ നമ്മൾക്ക് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ കാണാൻ സാധിക്കും. ആനക്കോട്ടയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെ, വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം, നല്ല തണുപ്പുള്ള നല്ല അന്തരീക്ഷം, ആനകൾ സുഖകരമായിട്ട് കഴിയുക. ചില ആനകൾ തൊട്ടടുത്തൊരു ആന നിൽക്കുന്നത് ഒരു മുനി നിൽക്കുന്നത് പോലെ ആന നിൽക്കുന്നത്, വികൃതി കാണിക്കുന്ന ആനകൾ, തുമ്പിക്കൈ പൊക്കിയിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ആനകൾ, പിന്നെ നൃത്തം ചെയ്യുന്ന ആനകൾ എല്ലാം കാണാൻ സാധിക്കും. പിന്നെ ഇടയ്ക്ക് ഞാനിപ്പോൾ ഓടി നിങ്ങളെയൊക്കെ കൊല്ലും എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്ന മതമിളകിയിട്ടുള്ള ചില വീരന്മാർ, ഇവരൊക്കെ ചട്ടം പഠിപ്പിക്കാനുള്ള അതിനുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം ഈ ആനക്കോട്ടയിലുണ്ട്. വളരെ അത്ഭുതകരമാണ് ഇതിൻ്റെ അവസ്ഥ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് ഒരു മഹാഭാഗ്യം ഉണ്ടായി. അതായത് ഈ വർഷത്തെ ആ ആനയോട്ടത്തിൽ, കഴിഞ്ഞ ഉത്സവത്തിന് ആനയോട്ടത്തിൽ ജയിച്ചിട്ടുള്ള ഗോപീകണ്ണൻ എന്നുള്ള ആനയ്ക്ക് ഒരു ലോക്കറ്റ് കൊടുക്കണമെന്ന് ഒരു മാതാജിക്ക് വളരെയധികം ആഗ്രഹം. ആ മാതാജിയുടെ നിർദ്ദേശപ്രകാരം, പേര് പറയരുതെന്ന് മാതാജി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മാതാജിയുടെ നിർദ്ദേശപ്രകാരം ഈ ആനക്കോട്ടയിലെ മാനേജരായിട്ടുള്ള രാധാ മാഡം, അപ്പോൾ അവരും ഒന്ന് ശിവൻ അമ്പലത്തിലെ ദേവസ്വത്തിലെ
മാനേജർ അവരെല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്നുകൊണ്ട് ആ ഭഗവാന് ഇന്ന് ശിവേലിയുടെ മുമ്പായിട്ട് വലിയ വെലിക്കല്ലിന് മുമ്പിലായിട്ട് ഒരു ഭഗവാന്റെ ആ ആനയുടെ കഴുത്തിൽ അണിയാനുള്ള ഒരു പുതിയ ലോക്കറ്റ് ഇന്ന് സമർപ്പിച്ചു. അതിൻ്റെ മഹാഭാഗ്യമുണ്ടായി. ഞാൻ തന്നെ വേണം എന്നുള്ളത് ആ മാതാജി പറഞ്ഞു. അതുകൊണ്ട് അത് ഇന്ന് കൊടുക്കാനുള്ള ഒരു മഹാഭാഗ്യം ഉണ്ടായി. അത് എടുത്ത് ഭഗവാൻ ആ ഒരു ഗോപികണ്ണൻ ആ ലോക്കറ്റ് ധരിച്ചുകൊണ്ട് ശിവേലിക്ക് പ്രദക്ഷിണം വയ്ക്കുന്നതും കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാന് കുട്ടിക്കാലത്ത് തുടങ്ങിയതാണ് ആനയോടുള്ള പ്രിയം എന്നാണ്. 1 വയസ്സ് 1.5 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഭഗവാന്റെ കൂടെ 32 കൂട്ടുകാരുണ്ട്. അപ്പോൾ ഭഗവാൻ 32 കൂട്ടുകാരെയും പറയും, നിങ്ങളൊക്കെ ആനകളാണ്, ഞാൻ ഇതിൻ്റെ ഉടമസ്ഥനാന്ന് പറയും. എന്നിട്ട് അവരൊക്കെ 2 പേർക്കും ആനകൾക്കും പിന്നെ ആനയുടെ ഉടമസ്ഥനും ഒരേ പ്രായമാണ്. ഭഗവാൻ ഇപ്പോൾ ആനയെന്ന് പറഞ്ഞാൽ അവരൊക്കെ മുട്ടുകുത്തി നിർത്തും. എന്നിട്ട് ഭഗവാൻ അതിൻ്റെ മുകളിൽ കയറും. എന്നിട്ട് ബലരാമനോട് പറയും, ഏട്ടൻ ഇതിൻ്റെ ഉടമസ്ഥനാന്ന് പറയും. ഇങ്ങനെ 32 ആനകളെ അവർ മാറി കയറും. അന്ന് ഭഗവാൻ പറയും ആനപ്പുറത്ത് മാറി കയറണം എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആനന്ദം ഭഗവാൻ അന്ന് തുടങ്ങിയതാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള പേരിലാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ആനകൾ. രാവിലെ വന്ന ആനയല്ല വൈകുന്നേരം വരിക, വൈകുന്നേരം വന്ന ആനകളല്ല പിറ്റേ ദിവസം വരിക. എല്ലാ ആനകൾക്കും ഭാഗ്യം ഗുരുവായൂരപ്പൻ്റെ തിടമ്പേറ്റാനുള്ള മഹാഭാഗ്യം. ഒരു കാലത്ത് ഒരു ആനകളും ഉണ്ടായിരുന്നില്ല ഗുരുവായൂർ എന്നാണ്. ഗുരുവായൂർ ഉത്സവത്തിൻ്റെ ആ സമയത്ത് ആനയില്ലാതെ എങ്ങനെ ഉത്സവം നടത്തും എന്ന് ദുഃഖിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൃക്കണാമതിലകത്ത് അവിടെ എഴുന്നള്ളിക്കാൻ നിർത്തിയിരിക്കുന്ന ആന ഓടി വന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വന്ന് നിന്നു. ആ സമയത്ത് ഭഗവാന് ആ ആനപ്പുറത്ത് എഴുന്നള്ളി എന്നാണ്. അതിൻ്റെ ശേഷമാണ് ഗുരുവായൂരപ്പന് ഇഷ്ടംപോലെ ആനകൾ വരാൻ തുടങ്ങിയത് എന്നാണ്. ഗുരുവായൂർ പത്മനാഭനാണ് ആദ്യം വന്നത്, കേശവനാണ് ആദ്യം വന്നത്. പിന്നീട് ഇങ്ങനെ ആനകൾ വരാൻ തുടങ്ങി എന്നാണ്. അത്ഭുതകരമാണ്, ഭഗവാന്റെ ചരിത്രം അത്ഭുതകരമാണ്. പിന്നീട് ഭക്തന്മാർ അതിനെ ചില കഥകളും അനുസ്മരിക്കുന്നുണ്ട്. അതായത് ഈ പ്രായമായിട്ടുള്ളൊരു മേൽശാന്തി എഴുന്നള്ളിക്കില്ല. ആ സമയത്ത് ഇവിടെ മേൽശാന്തിക്ക് ദർശനം ഉണ്ടായി. ആന വേണം എഴുന്നള്ളിക്കാനായിട്ട്. എവിടുന്നാണ് വരുന്നത്? അപ്പോഴാലോചിച്ച വടക്കുംനാഥൻ്റെ ആ മതിലകത്ത് നിന്നും ആനകൾ ഓടി വന്ന് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വന്നു. ഒരുപാട് ആനകൾ വന്നു എന്നാണ് ചരിത്രം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എത്ര പ്രായമായിട്ടുള്ളവരാണെങ്കിലും ശരി ആനപ്പുറത്ത് കയറാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാറില്ല. എപ്പോഴും അതെ, ബുദ്ധിമുട്ടുണ്ടാവാറില്ല. ഒരുപാട് പ്രായമായിട്ടുള്ളവർ, ചെറിയ കുട്ടികളായിട്ടുള്ളവർ, ഇവർക്കൊന്നും ആനപ്പുറത്ത് കയറാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം അവരൊക്കെ കൈ പിടിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ അവരെ ആനപ്പുറത്ത് കയറ്റി ഇരുത്തും. അങ്ങനെയാണ്. എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ അവർ തയ്യാറാണ് ഗുരുവായൂരപ്പൻ. കാരണം ഭഗവാൻ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യമാണ് എന്നാണ്. അപ്പോൾ ആനകളുടെ അത്രയും രസകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഭഗവാൻ ആനപ്പുറത്ത് എഴുന്നള്ള എന്ന് പറഞ്ഞാൽ. മാറി ആനകളെ എഴുന്നള്ളക്കി. അത് മാത്രം പോരാ, ഇടയ്ക്കിടയ്ക്ക് പാർത്ഥസാരഥിയിലേക്ക് പോകലുണ്ട് ഭഗവാൻ. അതേപോലെ തന്നെ കുളപ്രദക്ഷിണം ആനയ്ക്ക്. ഭഗവതി അമ്മ ആനപ്പുറത്ത് എഴുന്നള്ളണത്. ഇത് ഹൈക്കോടതിയിൽ ആദ്യം ഉത്തരവുണ്ടായത് ഒരാനയെ മാത്രമേ എഴുന്നള്ളിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. ഭക്തജനങ്ങൾക്ക് സഹിക്കുമോ? ഭഗവാന് സഹിക്കില്ല. കാരണം ഇത്ര ആനകൾ എനിക്ക് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഒരാന മാത്രം മതി ഗുരുവായൂരപ്പൻ്റെ ഏകാശിക്ക് എന്നുള്ളത് വന്നു. ഗംഭീരമായിട്ടുള്ള വിളക്ക്, അതിന് ഒരാന എഴുന്നള്ളുക. ഭക്തന്മാർക്ക് വല്ലാത്ത സങ്കടം. ഇത് ഭഗവാനിക്കും സങ്കടം പകർന്നു. അതിൻ്റെ പകരമായിട്ട് 1 മാസത്തിനുള്ളിൽ 2ാമത് ഓർഡർ വന്നു. ആനകൾ എഴുന്നള്ളിക്കാം എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇവരൊക്കെ വരച്ച വരയിൽ നിർത്തുക? ഭഗവാൻ കാണിച്ചു തരാണ്. എല്ലാവരെയും വരച്ച വരയിൽ നിർത്തുന്നു ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച്. ഇതൊക്കെ ഭഗവാന്റെ ആനയോടുള്ള എന്തൊന്നില്ലാത്ത കമ്പത്തിനെ സൂചിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.